മാനിഫെസ്റ്റേഷൻ ഇന്ന് ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് മാനിഫെസ്റ്റേഷൻ. കുറേ ആളുകൾ ഇതിനെ പോസിറ്റീവായി പറയുമ്പോൾ മറ്റൊരു വിഭാഗം ആളുകൾ ഇതിനെ നെഗറ്റീവായി പറയുന്നു. ഇത് വെറും ഫ്രോഡാണ്, നുണകൾ മാത്രമാണ് എന്നല്ല. യഥാർത്ഥത്തിൽ എന്താണ് മാനിഫെസ്റ്റേഷൻ, എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഞാൻ മാനിഫെസ്റ്റേഷൻ ലോ ഓഫ് അട്രാക്ഷൻ ഒരു കോച്ചാണ്. ഏകദേശം 15 മുകളിൽ ആളുകളുടെ ലൈഫിലോട്ട് കടന്നു ചെല്ലുകയും അവരുടെ ജീവിതത്തിൽ അവരുടെ ജോബ്, അവരുടെ ഫാമിലി ഇഷ്യൂസ്, അവരുടെ മറ്റു കാര്യങ്ങളെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരാനും നമ്മളുടെ ഒരു ക്ലാസ് കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ലൈക്ക് ഞാൻ ഏകദേശം 1 ഇയറായി മാനിഫെസ്റ്റേഷൻ ലോ ഓഫ് അട്രാക്ഷൻ ട്രിക്സുകൾ യൂസ് ചെയ്യുന്നു. എൻ്റെ പല പല കാര്യങ്ങളും ഞാൻ ഇതിനോടകം സക്സസ്ഫുള്ളി ആക്കിയെടുത്തിട്ടുണ്ട്. എന്നിലൂടെ പലരുടെയും ജീവിതം സക്സസ്ഫുള്ളായി മാറിയിട്ടുണ്ട്. സോ എന്നിട്ടും എനിക്ക് നിങ്ങളോട് ഇന്ന് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, ലോ ഓഫ് അട്രാക്ഷൻ, മാനിഫെസ്റ്റേഷൻ എന്നത് ഇറ്റ്സ് നോട്ട് എ മാജിക്. ആദ്യം മനസ്സിലാക്കുക. ഒരുപാട് ആളുകൾ പറയുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നേടാൻ കഴിയുമെന്ന്. നുണയാണ്. അങ്ങനെ നമുക്ക് ആഗ്രഹിക്കുന്നതെല്ലാം നേടാൻ കഴിയുമെങ്കിൽ ഈ ലോകത്തൊരിക്കലും ദരിദ്രന്മാരും സമ്പന്നനായിട്ടുള്ള ആളുകളും ഉണ്ടാവുകയില്ല. ഉള്ള വ്യക്തികളും രോഗമില്ലാത്ത വ്യക്തികളും ഉണ്ടാവുകയില്ല. ഒരുപക്ഷെ ഇവിടെ രാഷ്ട്രീയം വരെ ഉണ്ടാവുകയില്ല. എന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ നേടുന്നത് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത്. നമ്മൾ നേടുന്ന ഓരോ കാര്യങ്ങളും ഇന്നല്ലെങ്കിൽ ഇന്നലകളിൽ നാം ചിന്തിച്ചതാണ് നാളെ നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ഇതാണ് യാഥാർത്ഥ്യം. മാനിഫെസ്റ്റേഷൻ ഇറ്റ്സ് എ നോട്ട് എ മാജിക് എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നതിനുള്ള റീസൺ എന്താ വെച്ചാൽ, നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്ത് കുറച്ച് ട്രിക്സ് ഒക്കെ ചെയ്തിട്ട് വീട്ടിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ആ സാധനം കിട്ടില്ല. ഇതല്ല മാനിഫെസ്റ്റേഷൻ. മാനിഫെസ്റ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഭൂരിപക്ഷം ആളുകളും ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ, കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ അഫേം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കിട്ടുമെന്നാണ്. അങ്ങനെയല്ല. ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു എൻജിൻ ഓയിലായിട്ടോ അല്ലെങ്കിൽ ഒരു ഫ്യൂവലായിട്ടോ അല്ലെങ്കിൽ ഒരു മരത്തിന് നമ്മൾ താഴെ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം, ജലമായിട്ടോ നമുക്ക് മാനിഫെസ്റ്റേഷനെ കാണാം. നമ്മൾ ആ വസ്തുക്കൾ വളർന്നു വരുമ്പോൾ, ആ മരം വളർന്നു വരുമ്പോൾ അതിനകത്ത് ഇട്ട് കൊടുക്കുന്ന വളം, അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മാനിഫെസ്റ്റേഷൻ. അപ്പോൾ ഒരു വാഹനം ഓടിക്കണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഫ്യൂവൽ ഒഴിക്കുക എന്നുള്ളതാണ് മറ്റൊരു വിഷയം, അല്ലേ? അപ്പോൾ ഈ ഒരു വിഷയങ്ങൾ, ഒരു വസ്തു മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിന് ചില കാര്യങ്ങൾ കൂടി നിർബന്ധിതമാണ്. ഓക്കെ, സോ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നിർബന്ധിതമല്ല. ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം, ഇഷ്ടമില്ലാത്തവർക്ക് ചെയ്യാതിരിക്കാം. ബട്ട് നമ്മളെല്ലാവരും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാവരും മാനിഫെസ്റ്റ് ചെയ്യുകയെ തന്നെ ചെയ്യുന്നുണ്ട്. മാനിഫെസ്റ്റ് ചെയ്താൽ പോസിറ്റീവ് മാത്രമല്ല ലഭിക്കുക, നെഗറ്റീവും അട്രാക്റ്റ് ചെയ്യും. നമ്മൾ ചിന്തിക്കുകയും നമ്മളത് പ്രവർത്തിക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇറ്റ്സ് എ മാനിഫെസ്റ്റേഷൻ. ഈ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് മാനിഫെസ്റ്റേഷൻ. അല്ലാതെ ചുമ്മാ കണ്ണടച്ചിരുന്ന് ആഗ്രഹിച്ച് ആലോചിക്കുമ്പോൾ കിട്ടുന്നതല്ല. നമ്മൾ അതിയായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ചില കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിലോട്ട് നമ്മുടെ എനർജിയും ആ സാഹചര്യങ്ങളുടെ അല്ലെങ്കിൽ ആ വസ്തുക്കളുടെ ആ വ്യക്തികളുടെ എനർജിയും നമ്മളുടെ എനർജിയുമായിട്ട് കൊളാബ് ചെയ്യുകയും അതിവേഗത്തിൽ നമുക്ക് വേണ്ട പ്രോസസ്സിങ് ഈസിയായി ലഭിക്കുകയാണ് ചെയ്യുന്നത്. സോ മാനിഫെസ്റ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കിട്ടും, എല്ലാം ലഭിക്കും എന്നെല്ലാം പറയുന്നത് നുണയാണ്. ഓക്കെ, ഞാനും മാനിഫെസ്റ്റേഷൻ ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് എല്ലാം ചെയ്യുന്നൊരു വ്യക്തിയാണ്. എങ്കിലും നിങ്ങൾ എൻ്റെ വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അറിയാൻ പറ്റും. മാനിഫെസ്റ്റേഷൻ കൊണ്ട് എല്ലാം നിങ്ങൾക്ക് നേടാം എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. എൻ്റെ എല്ലാ റീൽസിലും ഞാൻ പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേടാം എന്നുള്ളൊരു വിഷയം. ഇതുപോലെ തന്നെയാണ് മാനിഫെസ്റ്റേഷൻ ലോ ഓഫ് അട്രാക്ഷൻ ചെയ്തിട്ട് നമുക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ലഭിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ചിന്തകളുടെ പ്രശ്നമാണ്, നമ്മുടെ ചിന്താഗതിയുടെ പ്രശ്നമാണ്, നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്. സോ നമ്മുടെ ചിന്തകളും ചിന്താഗതികളും വിശ്വാസങ്ങളും മാറ്റിക്കൊണ്ട് അതിനാവശ്യമായിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം നമുക്ക് നേടിയെടുക്കാൻ കഴിയും. ഇറ്റ്സ് എ മാനിഫെസ്റ്റേഷൻ. ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് മാനിഫെസ്റ്റേഷൻ. സോ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ലോ ഓഫ് അട്രാക്ഷൻ്റെ യാഥാർത്ഥ്യങ്ങൾ എങ്ങനെ ചെയ്യാം, ഏത് രീതിയിൽ ചെയ്യാം, എങ്ങനെ ചിന്തിക്കാം, ഏത് രീതിയിൽ പ്രവർത്തിക്കാം, എങ്ങനെ പ്രാർത്ഥിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾക്കായി നമ്മുടെ പേജ് മറക്കാതെ ഒന്ന് ഫോളോ ചെയ്യുക. യൂട്യൂബിൻ്റെ ലിങ്ക് ഞാൻ പ്രൊഫൈലിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ടൊന്ന് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കാതെ ഈ അറിവ് എല്ലാവരിലോട്ട് എത്തുന്നതിന് ഷെയർ കൂടി ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.